നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം വീട്ടിൽ വിഷു ആഘോഷിക്കാനെത്തിയ നവവധു മരിച്ച നിലയിൽ. തൃശൂർ അവിടെയാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്. തൃശൂരിലെ രാമവർമ്മപുരം എന്ന് പറയുന്ന സ്ഥലത്ത് കുറ്റിമുറ്റത്ത് ചിറയിൽ ശ്രീകുട്ടന്റെ ഭാര്യ 24-കാരിയായിട്ടുള്ള കൃഷ്ണപ്രിയയാണ് വിഷു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് സ്വന്തം വീട്ടിലെത്തുകയും ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. തൂങ്ങി മരിച്ച നിലയിലാണ് ഇവരുടെ മൃതദേഹം ബന്ധുക്കൾ കണ്ടെടുത്തത്. മാടാപ്പിള്ളിത്താഴം കരിങ്കാളിയമ്മ ക്ഷേത്രത്തിന് സമീപമുള്ള ഇഞ്ചിക്കപ്പറമ്പിൽ മോഹനന്റെ മകളാണ് ഈ പറയുന്ന മരണപ്പെട്ട പെൺകുട്ടി. വീട്ടിലെ കിടപ്പുമുറിയിലെ ജനലരിയിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു ശനിയാഴ്ചയോടെ ഇവരുടെ മൃതദേഹം കണ്ടെടുത്തത്. ആലുവ ജില്ലാ ആശുപത്രിയിൽ ഇവരെ ഉടൻ തന്നെ എത്തിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 14-നാണ് ഇവരുടെ വിവാഹം നടന്നത്. 2 മാസത്തെ അവധിക്ക് ശേഷം ശ്രീകുട്ടൻ വിദേശത്തേക്ക് ജോലിക്ക് പോകുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 14-ന് കൃഷ്ണപ്രിയ ഈ ഒരു സാഹചര്യത്തിൽ വീട്ടിലേക്ക് തിരികെ എത്തുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം തൃശൂരിലെ വീട്ടിലേക്ക് പോകാനായി ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷയും ഏർപ്പാടാക്കിയതിനു ശേഷം ശനിയാഴ്ച ഉച്ചയ്ക്ക് സഹോദരൻ ഉണ്ണിക്കൊപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷം സന്തോഷവതിയായിരുന്ന പെൺകുട്ടിയെ പിന്നീട് മരണപ്പെട്ടു എന്നുള്ള നിലയിൽ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് എന്ന നിലയിൽ കണ്ടെത്തുന്നു. തൃശൂരിലെ ഭർത്തൃ സഹോദരിയുടെ കുട്ടികൾക്ക് നൽകാൻ കുട്ടിയുടുപ്പുകളടക്കം വാങ്ങിവെച്ചാണ് മരണം. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തതെങ്കിലും ദുരൂഹതകളൊന്നുമില്ല എന്ന് ആലുവ ഇൻസ്പെക്ടർ KG ഗോപകുമാർ വ്യക്തമാക്കുന്നു. ആലുവ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അവസാന നിമിഷം വരെ യാതൊരു പ്രശ്നവും ഉണ്ടാകാതിരുന്ന ഈ ഒരു പെൺകുട്ടിക്ക് പെട്ടെന്ന് എന്താണ് അത്തരമൊരു ചിന്തയിലേക്ക് എത്താനുള്ള കാരണം എന്നുള്ളത് ചില സംശയങ്ങൾക്ക് ഇടവെക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പോലീസ് ദുരൂഹ സാഹചര്യങ്ങൾക്ക് വഴിയൊന്നുമില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങൾ അതെങ്ങനെ പെൺകുട്ടിക്ക് പെട്ടെന്നൊരു ആത്മഹത്യ എന്നുള്ള ചിന്തയിലേക്ക് എത്താൻ വഴിയൊരുക്കി എന്നുള്ളൊരു സംശയം നാട്ടുകാർക്കുണ്ട്. നമുക്കറിയാം, ഒരുപാട് തവണ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പലപ്പോഴും യാതൊരു സാഹചര്യങ്ങളുമില്ല എന്ന് പറയുന്ന കേസുകളിൽ അന്വേഷണം നടക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് വെച്ച് അത്തരത്തിലൊരു യുവതിയുടെ മരണം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് അവൾ വളരെ സന്തോഷത്തോടുകൂടെ നാട്ടുകാരുടെ ഒന്നും മുന്നിൽ ഒരു പ്രശ്നവുമില്ലാത്ത തരത്തിലായിരുന്നു ആ പെൺകുട്ടിയും അമ്മയും ജീവിച്ചിരുന്നത്. പക്ഷേ തൻ്റെ ഭർത്താവ് തന്നിൽ നിന്ന് അകന്നു ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. തന്റെ ഭർത്താവിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നില്ല, ഭർത്താവ് വിവാഹത്തിന് നിർബന്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ല വിവാഹ മോചനത്തിന് നിർബന്ധിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി അന്ന് ആത്മഹത്യ ചെയ്തത്. ഏകദേശം 200 പവനോളം സ്വർണം വിവാഹത്തിന് സ്ത്രീധനമായി നടത്തിയ ഒരു വിവാഹം, ആ വിവാഹം അവസാനം കലാശിച്ചത് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലേക്കായിരുന്നു. പലപ്പോഴും നമ്മൾ എന്താണ് ഇവർക്ക് ഉള്ളിൽ നടക്കുന്നത് എന്ന് അറിയുന്നത് അന്വേഷണങ്ങളിലൂടെയാണ്. അപ്പോൾ ഇവിടെയും സ്വാഭാവികമായിട്ട് യാതൊരു പ്രശ്നങ്ങളില്ലാതെ സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ നിന്നിരുന്ന ഈ ഒരു പെൺകുട്ടിക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. പോലീസ് അന്വേഷണം എന്തായാലും തുടരുകയാണ്. സ്വാഭാവിക സംഭവങ്ങൾക്ക് ഒന്നും തന്നെ ഒരു സൂചനയും അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. ബന്ധുക്കളും പറയുന്നത് അവസാന നിമിഷം വരെ വളരെ സന്തോഷത്തോടു കൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നതാണ്. എങ്കിൽ പോലും എന്താണ് പെട്ടെന്ന് അവൾക്ക് ഒരു പ്രശ്നമുണ്ടായത്, എന്തെങ്കിലും ഈ ദാമ്പത്യത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഉള്ളിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടുന്നത്. അന്വേഷണം ശക്തമാകുന്നതിലൂടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരും. പെട്ടെന്നൊരു നിമിഷം ആത്മഹത്യ എന്നുള്ള നിലയിലേക്ക് അവളെ എത്തിച്ചത് എന്താണ് എന്നത് അറിയാൻ കാത്തിരിക്കുകയാണ് ആ നാട്ടിലെ ജനങ്ങൾ. കാരണം ഒരു പെൺകുട്ടി, സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു പെൺകുട്ടി ഇത്തരത്തിൽ പെട്ടെന്ന് സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിറകിൽ ഒരു കാരണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ നാട്ടുകാർ പ്രതികരിക്കുന്നത്. വളരെയധികം ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ ആ നാട്ടുകാർ ഒന്നടങ്കം കേൾക്കുന്നത്. കാരണം എന്തിനാണ് മരിച്ചത് എന്നാണ് അറിയാത്തത്, എന്തിനാണ് സ്വന്തം ജീവൻ ഒടുക്കാൻ അവൾ തീരുമാനിച്ചത് എന്നതാണ് അറിയാത്തത്. ഈ പറയുന്നത് പോലെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു പെൺകുട്ടിക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടെന്നൊരു സാഹചര്യമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിന് അവൾ അങ്ങനെ ചെയ്തു എന്നുള്ള ചോദ്യം അവരെ എല്ലാവരെയും അലട്ടുന്നു.